നമസ്കാരം. ഇറാന്റെ ആവശ്യങ്ങൾ തള്ളി ട്രംപും വൈറ്റ് ഹൗസും. ഇറാന് മുൻപിൽ ഓച്ചാനിച്ച് ട്രംപ് സൈന്യം. ഇറാന്റെ അവകാശവാദങ്ങൾ തള്ളി ഡൊണാൾഡ് ട്രംപും വൈറ്റ് ഹൗസും മുന്നോട്ട് പോകും. എന്നാൽ ഇരു രാജ്യങ്ങളും ഞായറാഴ്ച ജനീവയിൽ സമാധാന കരാർ ഒപ്പുവച്ചേക്കുമെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നു. സത്യത്തിൽ ഇതൊരു കീഴടങ്ങൽ കരാറെന്ന് വിമർശനം വരുമ്പോഴും സത്യത്തിൽ ജയിച്ചതാര് തോറ്റതാര്? ഇറാൻ മാധ്യമങ്ങൾ പുറത്തുവിട്ട 14 ഇന നിർദ്ദേശങ്ങൾ അടങ്ങിയ കരട് രേഖയിൽ അമേരിക്കയ്ക്ക് കനത്ത തിരിച്ചടി ഉണ്ടാകും, അല്ലെങ്കിൽ അത്തരത്തിൽ തിരിച്ചടി ഉണ്ടാക്കുന്ന തരത്തിലുള്ള വ്യവസ്ഥകളുണ്ട് എന്ന് പറയപ്പെടുമ്പോഴും സത്യത്തിൽ ഇറാന്റെ മുന്നിൽ ഓച്ചാനിച്ച് വണങ്ങി വന്ദിച്ചു നിൽക്കുകയാണ് ട്രംപും അമേരിക്കൻ സൈന്യവും. ദശാബ്ദങ്ങളായി തുടരുന്ന നയതന്ത്ര യുദ്ധത്തിന് വിരാമമിട്ടുകൊണ്ട് അമേരിക്കയും ഇറാനും തമ്മിലുള്ള ചരിത്രപരമായിട്ടുള്ള സമാധാന കരാർ അന്തിമഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമാധാന ചർച്ചകൾക്ക് മധ്യസ്ഥ വഹിക്കുന്ന പാകിസ്ഥാൻ വെള്ളിയാഴ്ച രാത്രി വൈകി ഈ നിർണായകമായിട്ടുള്ള പ്രഖ്യാപനം നടത്തുന്നു. വരും ദിവസങ്ങളിൽ തന്നെ ഇരു വിഭാഗവും തമ്മിലുള്ള യുദ്ധസമാനമായിട്ടുള്ള അന്തരീക്ഷം പൂർണ്ണമായിട്ട് അവസാനിപ്പിക്കുമെന്നുള്ള സൂചനകൾ നൽകുന്നു. ഇരു രാജ്യങ്ങളും തമ്മിൽ നിലനിന്നിരുന്ന തർക്കങ്ങളിൽ ഒടുവിൽ വ്യക്തമായിട്ടുള്ള ധാരണ കൈവന്നിട്ടുണ്ട് എന്നും ഇനി അടുത്ത ഘട്ടങ്ങളിലേക്ക് കടക്കുക മാത്രമാണ് അവശേഷിക്കുന്നതെന്നും പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായ ഷഹബാസ് ഷെരീഫ് വ്യക്തമാക്കുകയും ചെയ്യുന്നു. കരാർ ഒപ്പിടുന്നതിന്റെ ഭാഗമായിട്ട് ഇരു രാജ്യങ്ങളുടെയും ഉന്നത ഉദ്യോഗസ്ഥർ വരുന്ന ദിവസങ്ങൾ, അതായത് നാളെ തന്നെ ജനീവയിൽ വെച്ച് ചരിത്രപരമായിട്ടുള്ള ധാരണാപത്രത്തിൽ ഒപ്പുവച്ചേക്കുമെന്നാണ് അമേരിക്കൻ കേന്ദ്രങ്ങളിൽ നിന്ന് പുറത്തുവരുന്ന പ്രാഥമിക വിവരങ്ങൾ എന്ന് പറയപ്പെടുന്നത്. എന്നാൽ ശുഭപ്രതീക്ഷകൾക്ക് മുകളിൽ കരിനിഴൽ വീഴ്ത്തിക്കൊണ്ട് കരാറിന്റെ കരട് രേഖ എന്ന പേരിൽ ചില വിവരങ്ങൾ ഇറാന്റെ ഔദ്യോഗിക മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നത് നിലവിൽ വലിയ വിവാദങ്ങൾക്ക് വഴി തുറന്നിട്ടുണ്ട്. സമാധാനത്തിനായുള്ള നയതന്ത്ര നീക്കങ്ങൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നതിനിടയിലാണ് ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഈ അപ്രതീക്ഷിതമായിട്ടുള്ള നീക്കം. ഇതോടെ വാഷിംഗ്ടണിൽ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ തർക്കങ്ങൾക്കും പുകലിനുമൊക്കെ തുടക്കമായി കഴിഞ്ഞു. ഇറാൻ മാധ്യമങ്ങൾ പുറത്തുവിട്ട 14 ഇന നിർദ്ദേശങ്ങൾ അടങ്ങിയ കരട് രേഖയിൽ അമേരിക്കയ്ക്ക് കനത്ത തിരിച്ചടി ഉണ്ടാക്കുന്ന വ്യവസ്ഥകളാണ് ഉള്ളത് എന്ന് പറയപ്പെടുന്നു. കരാർ പ്രകാരം അമേരിക്ക ഏർപ്പെടുത്തിയ ഉപരോധങ്ങളിൽ നിന്ന് $12 ബില്യൺ ഇളവുകൾ ഇറാന് ലഭിക്കാം. ഇതിനു പുറമെ അമേരിക്കൻ നടപടികൾ മൂലം ഇറാനുണ്ടായ നാശനഷ്ടങ്ങൾക്ക് പകരമായിട്ട് ഏകദേശം $300 ബില്യൺ, അതായത് 224 ബില്യൺ പൗണ്ട് വലിയ ഒരു തുക നഷ്ടപരിഹാരമായിട്ട് അമേരിക്ക നൽകണമെന്നും രേഖയിൽ പറയുന്നുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ തന്ത്രപ്രധാനമുള്ള ഹോർമൂസ് കടലിടുക്കിന്റെ പൂർണ്ണ നിയന്ത്രണം ഇറാന്റെ കൈകളിൽ തന്നെ നിലനിർത്തുമെന്നും ഈ വിവാദ കരടിൽ വ്യക്തമാക്കുന്നുണ്ട്. കൂടാതെ ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണ പദ്ധതികൾ തുടർന്നു പോകുവാനും പശ്ചിമേഷ്യയിലെ ഇറാന്റെ സായുധ ഗ്രൂപ്പുകൾക്കുള്ള വലിയ പിന്തുണ അത് നിലനിർത്താനും കരാർ അനുവാദം നൽകുന്നുണ്ട് എന്നാണ് ഇറാൻ മാധ്യമങ്ങൾ അവകാശപ്പെടുന്നത്. ഇതാണ് അമേരിക്കയെ ചൊടിപ്പിച്ചിരിക്കുന്നത്. ഇറാൻ മാധ്യമങ്ങളിലൂടെ ഈ വിവരങ്ങൾ പുറത്തു വന്നതോടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരായിട്ട് സ്വന്തം സഖ്യകക്ഷികൾ തന്നെ രംഗത്തെത്തി കഴിഞ്ഞു. ട്രംപ് ഇറാന് മുന്നിൽ മുട്ടുമടക്കി എന്നും ഇതൊരു കീഴടങ്ങൽ കരാർ ആണെന്നുമാണ് റിപ്പബ്ലിക്കൻ പാളയത്തിൽ നിന്ന് ഉയരുന്ന കടുത്ത വിമർശനം ട്രംപിനെതിരെ. ഇതോടെ ട്രംപ് ഭരണകൂടം പ്രതിരോധത്തിലാവുകയും നയതന്ത്ര ചർച്ചകൾ കൂടുതൽ സങ്കീർണമാവുകയും ചെയ്തിരിക്കുന്നു. വിമർശനങ്ങൾ കടുത്തതോടെ സ്വന്തം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായിട്ടുള്ള ട്രൂത്ത് സോഷ്യൽ വഴി ഇറാന്റെ അവകാശവാദങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ട് ട്രംപ് രംഗത്ത് വരികയും ചെയ്തു. പുറത്തുവന്ന വാർത്തകൾ തികച്ചും വ്യാജമാണ് എന്നും ഇരു രാജ്യങ്ങളും തമ്മിൽ സമ്മതിച്ച വ്യവസ്ഥകളുമായിട്ട് ഇതിന് യാതൊരു തരത്തിലുള്ള ബന്ധമില്ല എന്നും ട്രംപ് വ്യക്തമാക്കുന്നു. കരാറിനെ കുറിച്ചുള്ള ഇറാന്റെ പ്രസ്താവന അങ്ങേറ്റം ബലഹീനവും ലജ്ജാകരവുമാണ് എന്നും വിശ്വസിക്കാൻ കൊള്ളാത്തവരുമായാണ് തങ്ങൾ ഇടപഴകുന്നത് എന്നും ട്രംപ് വിമർശനം ഉന്നയിക്കുകയും ചെയ്തു. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസും ഇറാന്റെ അവകാശവാദങ്ങൾക്കെതിരെ കടുത്ത ഭാഷയിൽ പ്രതികരിച്ചു. കരാർ പ്രകാരം ഇറാൻ തങ്ങളുടെ ബാധ്യതകൾ പൂർണ്ണമായിട്ട് നിറവേറ്റുന്നത് വരെ അവർക്ക് ഒരു തരത്തിലുള്ള സാമ്പത്തിക സഹായവും ലഭിക്കില്ല എന്ന് വാൻസ് വ്യക്തമാക്കുന്നു. അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും താല്പര്യങ്ങൾക്കാണ് തങ്ങൾ മുൻഗണന നൽകുന്നത് എന്നും ആണവ കരാറിലെ വ്യവസ്ഥകൾ പൂർണ്ണമായിട്ട് പാലിച്ചാൽ മാത്രമേ ഇറാനിലേക്ക് സാമ്പത്തിക ആനുകൂല്യങ്ങൾ ഒഴുകുകയുള്ളൂ എന്നും വാൻസ് പറയുന്നു. ഇറാൻ മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ തള്ളിക്കൊണ്ട് തങ്ങൾ അംഗീകരിച്ച യഥാർത്ഥ കരാറിലെ 5 പ്രധാന വ്യവസ്ഥകൾ വൈറ്റ് ഹൗസ് പുറത്തുവിടുകയും ചെയ്തു. ഇറാന്റെ ആണവ സാമഗ്രികൾ നശിപ്പിക്കുക, ആണവ പദ്ധതി പൂർണ്ണമായിട്ട് നിർത്തലാക്കുക, ഇതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം പണം അനുവദിക്കുക, ഹോർമൂസ് കടലിടുക്ക് കപ്പൽ ഗതാഗതത്തിനായിട്ട് തുറന്നു നൽകുക, ഭീകര സംഘടനകൾക്കുള്ള ഫണ്ടിങ് ഇറാൻ നിർത്തലാക്കുക എന്നിവയാണ് അമേരിക്ക മുന്നോട്ട് വെച്ച യഥാർത്ഥ വ്യവസ്ഥകൾ. അമേരിക്കൻ പ്രസ്താവനകൾ വെറും പൊള്ളയാണ് എന്ന് ഇറാന്റെ പരമോന്നത നേതാവിന്റെ പ്രതിനിധി ആയത്തുള്ള അഹമ്മദ് അലാമുൽ ഹൗദ വിമർശിച്ചപ്പോൾ ഇറാന്റെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള അബ്ബാസ് അറാഖ്ചി ശുഭപ്രതീക്ഷയിലുമാണ്. കരാർ ഒപ്പിടുന്നതിലേക്ക് കാര്യങ്ങൾ ചരിത്രത്തിൽ ഒരിക്കലും ഇല്ലാത്ത വിധം അടുത്തു കഴിഞ്ഞതായിട്ട് അറാഖ്ചിയും ട്രംപ് ഭരണകൂടത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരും സമ്മതിക്കുന്നുമുണ്ട്. ഒരു കരാറിലേക്ക് അടുക്കുകയാണ് എന്ന് ട്രംപ് ഇതുവരെ 39 തവണ ആവർത്തിച്ചു കഴിഞ്ഞ സാഹചര്യത്തിൽ വരും ദിവസങ്ങൾ ലോകരാഷ്ട്രീയത്തിൽ നിർണായകമാകും. ഇറാന്റെ അവകാശവാദങ്ങൾ തള്ളിക്കൊണ്ട് ഡൊണാൾഡ് ട്രംപും വൈറ്റ് ഹൗസും എത്തിച്ചേരുന്നത്, പക്ഷേ അതെന്തുകൊണ്ടാണ് സംഭവിച്ചിരിക്കുന്നത് എന്നൊന്ന് ആലോചിച്ച് നോക്കുക. ഇരു രാജ്യങ്ങളും ഈ വരുന്ന ഞായറാഴ്ച ജനീവയിൽ ഒരു സമാധാന കരാറിലേക്ക് ഒപ്പുവെച്ചേക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ അടക്കം വരുമ്പോഴും ഇറാന്റെ അവകാശവാദങ്ങളെ എന്തുകൊണ്ട് ഡൊണാൾഡ് ട്രംപ് തള്ളിക്കളയുന്നു, അല്ലെങ്കിൽ വൈറ്റ് ഹൗസ് തള്ളിക്കളയുന്നു എന്നുള്ളത് വലിയ ചോദ്യമായി ഉയർന്നു നിൽക്കുകയും ചെയ്യുന്നു. അപ്പൊ ഇതൊരു കീഴടങ്ങൽ കരാറാണ് എന്ന് വിമർശനം വരുന്നു.
കൂടാതെ ഇറാൻ മാധ്യമങ്ങൾ പുറത്തുവിട്ട 14 നിർദ്ദേശങ്ങൾ അടങ്ങിയ കരട് രേഖയിൽ അമേരിക്കയ്ക്ക് കനത്ത തിരിച്ചടി ഉണ്ടാക്കുന്ന വ്യവസ്ഥകളുണ്ട് എന്ന് പറയപ്പെടുന്നു. സത്യത്തിൽ ഇത്തരത്തിലൊരു സമാധാന കരാറിലേക്ക് എത്തുന്നത് ഇറാന്റെ മുന്നിൽ ഓച്ചാനിച്ച് വണങ്ങി വന്നിച്ചു നിൽക്കുകയാണ് ട്രംപും അമേരിക്കയും സൈന്യവും എന്ന് പറയേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ്.